ഈ ഹോർമൂസ് വിഷയത്തിൽ ഉൾപ്പെടെ ഖമനേയുടെ നിലപാടുകൾ നിർണായകമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകിയതായാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത്. എന്നാൽ വാക്കുകളിൽ വിശ്വസിക്കാതെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ നിരീക്ഷിച്ച ശേഷമേ ഇതിലൊക്കെ തുടർ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നുകൂടി അമേരിക്ക പറഞ്ഞു വെക്കുകയാണല്ലോ വിനോദ്. അതായത് പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിന് ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നുമില്ല, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലേത് എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, മലാക്ക മാതൃകയിലുള്ള ഒരു ടോൾ പിരിവാണ് ഏറ്റവും ഒടുവിൽ ചർച്ചയിൽ വന്നത്. അതായത് അത് നിർബന്ധിതമായ ഫീസല്ല, അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ അതൊരു സംഭാവന എന്ന നിലയ്ക്ക് ഒരു തുക നൽകുക എന്നതാണ്. അവിടെ ഒമാൻ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം. ഹോർമൂസിൽ രണ്ട് വശത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് പോകുമ്പോൾ ഇറാന് പണം ലഭിക്കുകയും തിരികെ വരുമ്പോൾ ലഭിക്കുന്ന പണം ഒമാൻ പങ്കിടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു ധാരണ. ആ ധാരണ ഇറാന് ഏറെക്കുറെ അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നു. പക്ഷേ ഈ ഹോർമൂസിൻ്റെ അധികാരം കൈവിട്ടു പോകുമോ എന്നൊരു ആശങ്ക ഇറാനുണ്ട്. പ്രത്യേകിച്ച് ഒമാൻ്റെ നീക്കങ്ങൾക്ക് പിന്നിൽ, നിലപാടുകൾക്ക് പിന്നിൽ അമേരിക്കയാണ് എന്ന് ഇറാൻ സംശയിക്കുന്നു. അങ്ങനെ ഒരു സംശയം മാത്രമല്ല, തീർച്ചയായും ഒമാൻ്റെ നിലപാടുകൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അബ്ബാസ് അറഗ്ചി, ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് സമാന്തര പാതയ്ക്ക് ഇറാൻ അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഹോർമൂസിലെ അധികാരം സംബന്ധിച്ച് വിട്ടുവീഴ്ചയില്ല. അവിടെ അമേരിക്കയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് ഒരു തരത്തിലും അവിടെ പ്രവേശനം അനുവദിക്കുന്ന നിലയില്ല എന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലും അവിടെ അധികാരം സ്ഥാപിക്കാനുള്ള അവസരം ഇറാൻ ഉണ്ടാക്കില്ല എന്ന കാര്യം തന്നെയാണ്. ആ നിലപാടിൽ തുടക്കം മുതൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അവിടെയാണ് അമേരിക്കയുമായുള്ള ചില തർക്കങ്ങൾ അവശേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഹോർമൂസിലൂടെ കടന്നുപോയ കപ്പൽ ഇറാൻ ആക്രമിച്ചു. UAE കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. തീർച്ചയായും അത് ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായി. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ 16ാമത്തെ കപ്പലാണ്, ഈ കമ്പനിയുടെ തന്നെ 16ാമത്തെ കപ്പലാണ് ഈ സംഘർഷം തുടങ്ങിയ ശേഷം ആക്രമിക്കപ്പെടുന്നത്. ഇത് ഉണ്ടാക്കുന്ന നഷ്ടം കോടികളുടേതാണ്. ഈ കപ്പലുകൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തിന് പുറമെ അവരുടെ എണ്ണ വ്യാപാരത്തെ കൂടി ഇത് ബാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൾഫ് സഹകരണ കൗൺസിൽ ഈ ആക്രമണത്തെ അപലപിച്ച് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. GCC സെക്രട്ടറി ജാസിം മുഹമ്മദ് ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.